13 കിഴക്കൻ യുക്രൈനിയൻ നഗരമായ സുമിയിൽ റഷ്യ നടത്തിയ ആക്രമണം രാജ്യത്തെ കമാൻഡിംഗ് ഓഫീസർമാരുടെ ഒത്തുചേരലിനെ ലക്ഷ്യമിട്ടായിരുന്നുവെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം. ആക്രമണത്തിൽ 60-ലധികം യുക്രൈനിയൻ സൈനികർ കൊല്ലപ്പെട്ടതായി മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ആക്രമണത്തിന്റെ ലക്ഷ്യം യുക്രൈനിയൻ സായുധ സേനയുടെ സെവേഴ്സ്ക് ഓപ്പറേഷണൽ ടാക്ടിക്കൽ ഗ്രൂപ്പിന്റെ കമാൻഡ് സ്റ്റാഫിന്റെ ഒരു മീറ്റിംഗ് ആയിരുന്നുവെന്നും അന്നേ ദിവസം സുമിയിൽ അത് നടക്കുകയായിരുന്നുവെന്നും മന്ത്രാലയം അറിയിച്ചു. യുക്രൈൻ ഭരണകൂടം യുക്രൈനിയൻ ജനതയെ തന്നെ മനുഷ്യകവചമായി ഉപയോഗിക്കുന്നത് തുടരുകയാണ്. ജനസാന്ദ്രതയുള്ള ഒരു നഗരത്തിന്റെ മധ്യത്തിൽ സൈനിക സൗകര്യങ്ങൾ സ്ഥാപിക്കുകയും സൈനികരുടെ പങ്കാളിത്തത്തോടെ പരിപാടികൾ നടത്തുകയും ചെയ്യുന്നത് അതിനു തെളിവാണ്. റഷ്യൻ ആക്രമണത്തിൽ 20-ലധികം പേർ കൊല്ലപ്പെടുകയും 80-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് സുമിയിലെ പ്രാദേശിക അധികാരികൾ പറയുന്നത്. എന്നാൽ സത്യത്തിൽ സാധാരണക്കാരെ കൊലക്കളത്തിലേക്ക് തള്ളിവിടുന്നതും സൈനിക നീക്കത്തിന് ബലി കൊടുക്കുന്നതും യുക്രൈൻ തന്നെയാണ്. റഷ്യയുമായുള്ള അതിർത്തിയിൽ നിന്ന് വെറും 25 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സുമി ഒരു പ്രാദേശിക തലസ്ഥാനവും 2,50,000-ലധികം ആളുകളുള്ള ഒരു മുൻനിര നഗരവുമാണ്. റഷ്യയിലെ കുർസ്ക് മേഖലയിലേക്കുള്ള യുക്രൈന്റെ പരാജയപ്പെട്ട കടന്നുകയറ്റത്തെ തുടർന്ന് യുക്രൈനിയൻ പിൻവാങ്ങലിന്റെ കേന്ദ്ര ബിന്ദുവായി സുമി മാറിയിരിക്കുകയാണ്. ആക്രമണത്തെ തുടർന്നുണ്ടായ ജീവഹാനിക്ക് സുമിയുടെ സൈനിക ഭരണകൂടത്തിന്റെ തലവനെയാണ് യുക്രൈനിയൻ നഗരമായ കൊനോട്ടോപ്പിന്റെ മേയറും വലതുപക്ഷ സ്വബോഡ പാർട്ടി അംഗവുമായ ആർട്ടിയോം സെമിനിഖിൻ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നത്. സിവിലിയൻ നഗരങ്ങളിൽ ഇത്തരം നീക്കങ്ങൾ സംഘടിപ്പിച്ചതിൽ ആർട്യൂക്കിനെയും സെലൻസ്കി പാർട്ടി നിയമസഭാംഗമായ മിഖായിൽ അനനചെങ്കോയെയും അറസ്റ്റ് ചെയ്യണമെന്നാണ് ഉയരുന്ന ആവശ്യം. സൈനികർക്കൊപ്പം കുട്ടികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരെയും ഒത്തുകൂട്ടിക്കൊണ്ട് ഒരു ദുരന്തത്തിനാണ് യുക്രൈൻ ഭരണകൂടം കളമൊരുക്കിയത്. വടക്ക് കിഴക്കൻ യുക്രൈനിയൻ നഗരമായ സുമിയിൽ നടന്ന മിസൈൽ ആക്രമണം മുതിർന്ന യുക്രൈനിയൻ പാശ്ചാത്യ സൈനികരെ ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് പറഞ്ഞു. 2 ഇസ്കാൻഡർ M മിസൈലുകൾ ആ സ്ഥലത്ത് പതിക്കുകയും കുറഞ്ഞത് 60 മുതിർന്ന കമാൻഡർമാർ കൊല്ലപ്പെടുകയും ചെയ്തതായി സ്ഥിരീകരിച്ച റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ ഈ അഭിപ്രായ പ്രകടനങ്ങൾ. സുമിയിൽ ആക്രമിക്കപ്പെട്ട കേന്ദ്രത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ചുള്ള വസ്തുതകൾ തങ്ങളുടെ പക്കലുണ്ട്. യുക്രൈനിയൻ സൈനിക നേതാക്കളുമായുള്ള അവരുടെ പാശ്ചാത്യ സഹപ്രവർത്തകരുടെ മറ്റൊരു കൂടിക്കാഴ്ചയായിരുന്നു അത്. അവർ കൂലിപ്പടയാളികളുടെ വേഷം ധരിച്ചിരുന്നതായും ലാവ്റോവ് ഇന്റർഫാക്സിനോട് പറഞ്ഞു. പ്രദേശത്ത് നാറ്റോ സൈനികരുണ്ട് എന്നും അവർ നേരിട്ട് ചുമതല വഹിക്കുന്നുവെന്നും 2022 സംഘർഷം രൂക്ഷമായതിനു ശേഷം റഷ്യക്കെതിരായ യുക്രൈനിയൻ ആക്രമണങ്ങളിൽ അമേരിക്കയുടെ പങ്കാളിത്തം വിശദീകരിക്കുന്ന കഴിഞ്ഞ മാസത്തെ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിനെ പരാമർശിച്ചുകൊണ്ട് ലാവ്റോവ് വെളിപ്പെടുത്തി. സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറിലോ അതിനടുത്തോ ആയുധങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് യുക്രൈൻ പതിവായി നിയമലംഘനങ്ങൾ നടത്തുകയാണ്. സിവിലിയൻ പ്രദേശത്ത് സൈനിക സൗകര്യങ്ങളും ആയുധങ്ങളും വിന്യസിച്ചുകൊണ്ട് യുക്രൈൻ അന്താരാഷ്ട്ര മാനുഷിക നിയമം വ്യക്തമായി ലംഘിക്കുകയാണ് എന്നും ലാവ്റോവ് പറഞ്ഞു. സംഘർഷത്തിന്റെ ആദ്യഘട്ടങ്ങൾ മുതൽ നഗര ജനവാസ കേന്ദ്രങ്ങളിൽ യുക്രൈൻ പീരങ്കികളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും വിന്യസിച്ചതിന് ഉദാഹരണങ്ങളുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുക്രൈൻ തങ്ങളുടെ സിവിലിയൻ ജനതയെ മനുഷ്യ കവചമായി ആസൂത്രിതമായി ഉപയോഗിക്കുന്നുവെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ആരോപിച്ചു. ആരോപണത്തിൽ വ്യാജ പ്രചാരണങ്ങളുടെ ഒരു പരമ്പരയാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ അഴിച്ചുവിട്ടിരിക്കുന്നത്. പാശ്ചാത്യ മാധ്യമങ്ങളും നേതാക്കന്മാരും റഷ്യൻ ആക്രമണത്തെ യുദ്ധക്കുറ്റമായാണ് ചിത്രീകരിക്കുന്നത്. സിവിലിയന്മാർക്കെതിരായ ഏറ്റവും മാരകമായ ആക്രമണമായി സംഭവത്തെ ന്യൂയോർക്ക് ടൈംസ് ചിത്രീകരിച്ചപ്പോൾ ഗുരുതരമായ യുദ്ധക്കുറ്റകൃത്യം എന്നാണ് ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മേഴ്സ് സംഭവത്തെ അപലപിച്ചത്. സുമിയിലെ സിവിലിയൻ ലക്ഷ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണം മാന്യതയുടെ എല്ലാ അതിരുകളും ലംഘിക്കുന്നു എന്നാണ് സംഭവത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ റഷ്യക്കും യുക്രൈനുമായുള്ള പ്രത്യേക പ്രതിനിധി കീത്ത് കെല്ലോഗ് പ്രതികരിച്ചത്. ബ്രിട്ടൻ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും ഇതിനെ റഷ്യയിൽ വെടിനിർത്തൽ അടിച്ചേൽപ്പിക്കാൻ ആഹ്വാനം ചെയ്യാനുള്ള അവസരമായാണ് കണ്ടത്. എന്നാൽ ഔദ്യോഗികമായി ഇതിനകം നിലവിലുണ്ടായിരുന്ന ഭാഗിക വെടിനിർത്തൽ യുക്രൈൻ പാലിക്കാത്തതിൽ ആർക്കും ഒരു അഭിപ്രായവുമില്ല എന്ന കാര്യവും ഓർക്കണം. എന്നാൽ വിമർശനാത്മകമായി ഏറ്റെടുക്കുകയും പാശ്ചാത്യ മുഖ്യധാരാ മാധ്യമങ്ങളും നിരവധി രാഷ്ട്രീയ നേതാക്കളും ആവശ്യത്തോടെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഈ നീക്കം ഒന്നും തന്നെ വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ളതല്ല. മറിച്ച് സംഭവത്തെ ഒരു മറയായി ഉപയോഗിച്ച് യുദ്ധം കൂടുതൽ വഷളാക്കാൻ ആഗ്രഹിക്കുന്ന യുക്രൈൻ ഭരണകൂടത്തിൽ നിന്ന് ഉത്ഭവിച്ച തെറ്റായ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. യുക്രൈന് അനന്തമായ വഞ്ചനയുടെ റെക്കോർഡ് ഉണ്ടായിരുന്നിട്ടും റഷ്യൻ ആക്രമണം ഒരു കുറ്റകൃത്യമാണെന്ന പാശ്ചാത്യ അവകാശവാദം യുക്രൈൻ നേതാവ് വ്ളാഡിമിർ സെലൻസ്കിയുടെയും യുക്രൈന്റെയും നുണയെ പിന്തുടർന്നുകൊണ്ടുള്ളതാണ്. അതിനുമപ്പുറം പാശ്ചാത്യ നയം തുറന്നു കാട്ടുന്ന ഇരട്ടത്താപ്പിന്റെ മുഖം കൂടിയുണ്ട് ഈ വിമർശനങ്ങൾക്കെല്ലാം തന്നെ. 2023 ജനുവരിയിൽ യുക്രൈൻ പാശ്ചാത്യ വിതരണ പീരങ്കികൾ ഉറങ്ങിക്കിടന്നിരുന്ന ഏകദേശം 100 റഷ്യൻ സൈനികരെ തുടച്ചു നീക്കിയപ്പോൾ അവിടെ ആരും യുക്രൈനിയൻ യുദ്ധ കുറ്റകൃത്യത്തെ അപലപിച്ചിരുന്നില്ല. ഇസ്രയേൽ തുടർച്ചയായ വംശഹത്യ, മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ എന്നിവ പലസ്തീനികൾക്കെതിരെയും ലെബനനിലും സിറിയയിലും അതിന്റെ അയൽ രാജ്യങ്ങൾക്കെതിരെയും നടത്തിയപ്പോഴും ഇസ്രയേലിനൊപ്പം സജീവമായി നിലകൊണ്ടത് ഇതേ രാഷ്ട്രീയക്കാരും മുഖ്യധാരാ മാധ്യമങ്ങളും തന്നെയാണ്.